പുത്രന്റെ കൃപ കാൽവറിയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ പാപങ്ങൾ എങ്ങനെയാണ് ക്ഷമിക്കപ്പെട്ടത്, ഈ വലിയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ്. ഈ കൂട്ടായ്മ ഇല്ലാത്തവർക്ക് പിതാവിന്റെ സ്നേഹത്തിന്റെ റിയാലിറ്റി അറിയത്തില്ല. പല പെന്തക്കോസ്ത് പള്ളികളിലും ആരാധിക്കുന്ന പല പെൺകുട്ടികളും പറയുന്നു, നിങ്ങൾ എങ്ങനെയാ ആ ഒരു ചെറുക്കൻ്റെ കൂടെ പോയത്, എങ്ങനെയാ ഇങ്ങനെ വലിയ കുഴപ്പത്തിൽ പോയി ചാടിയത്, എങ്ങനെയാ? അത് എനിക്ക് സ്നേഹം കിട്ടാൻ ഞാൻ പോയതാ. നമ്മൾ അവരെ കളിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇവർ ഇത്രയും വലിയ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ദൈവസഭയ്ക്കകത്ത് വന്നിട്ട് ഇവർക്ക് ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അവരുടെ കുറ്റം കൊണ്ടല്ല. പിതാവായ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ they need a fellowship, a friendship, a companionship with the Holy Spirit. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും ചരിത്രമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാതെ ഈ ബൈബിളിനെ സമീപിച്ചാൽ, എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ every word will become sweet.